വാർത്തകളിൽ ആർത്തനാദങ്ങൾ നിറയാത്ത, കാർത്തവീര്യസ്വരം കാറ്റിൽ മുഴങ്ങാത്ത, പ്രാർത്ഥനാ മന്ദിരഭിത്തിയിൽ തോക്കിന്റെ ആക്രോശമില്ലാത്ത, പുല്ലിലും സ്നേഹമന്ത്രങ്ങൾ പൂക്കുന്ന നല്ല നാളുകളെ കിനാവു കണ്ടുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം അറിവിന്റെ ഈ യാത്ര. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആദരണീയയായ നോബൽ ഗൈഡ് രേഖ മേനൻ. ഹായ്. റൈറ്റ് ഗൈഡ് ശില്പ. ഗുഡ് ഈവനിങ്. പോയ ദിവസം മത്സരം അവസാനിച്ചപ്പോൾ ഒരു പോരാട്ടത്തിന്റെ സർവ്വ ഉൾച്ചൂടും അതിന്റെ കനൽച്ചൂടും സിരകളിൽ നിറച്ചുകൊണ്ട് പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തി യാഗത്തിന്റെ 3 റൗണ്ടുകളും അതിസാമർഥ്യത്തോടെ വിജയിച്ച് യജ്ഞത്തിന്റെ ആദ്യ റൗണ്ടും പൂർത്തിയാക്കി മെർ റിയൽറ്റേഴ്സിന്റെ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി യജ്ഞത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു തിരുവനന്തപുരത്ത് നിന്നെത്തിയ റിങ്കു പ്രകാശ്. ആൻഡ് ഹിയർ ഷീ ഈസ് റിങ്കു പ്രകാശ്. വാക്ക് ഇൻ പ്ലീസ്. സോ റിങ്കു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? ആദ്യം ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അത് കുറച്ച് മാറി. ഇപ്പോൾ വളരെ കംഫർട്ടബിൾ സോൺ. വളരെ കംഫർട്ടബിൾ. ആൻഡ് റിങ്കു യജ്ഞത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഒരു സ്ഥലം മനസ്സിലോർമ്മിച്ചു വേണം ഇനി ഈ മത്സരത്തിൽ ഏർപ്പെടാൻ. ആകസ്മികമായി ലഭിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോ റിങ്കു, ഇന്നലത്തെ അതേ രൂപമാണല്ലോ. ഈ ശകുനത്തിലൊക്കെ വിശ്വാസമുണ്ട് വളരെയധികം. അതുകൊണ്ടാണ് ഇന്നലെ ഭാഗ്യമുണ്ടാക്കി തന്ന അതേ വേഷത്തിൽ തന്നെ റിങ്കു ഇന്നും വന്നത്. വേറൊരു വേഷം ഇടാനുള്ള മനസ്സ് വന്നില്ല. ശരി. റിങ്കു വിചാരിച്ച സ്ഥലം രേഖാ മേനൻ അംഗീകരിക്കുന്നുണ്ട്. കുറച്ചല്ല, നല്ലവണ്ണം അംഗീകരിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് റിങ്കു. ഓൾ ദി ബെസ്റ്റ് പ്രദീപ്. താങ്ക് യു. സഹായിക്കാൻ കഴിയുമോ? സഹായിക്കാൻ കഴിയും. എല്ലാം റെഡിയാണ്. ഗുഡ് ശില്പ. താങ്ക് യു ശില്പ. പ്ലീസ്. സോ റിങ്കു, യെസ് സർ. കഴിഞ്ഞ ദിവസം റിങ്കുവുമായുള്ള മത്സരത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, സംഭവത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ റിങ്കുവിൻ്റെ ബോഡി ലാംഗ്വേജ്, റിങ്കുവിൻ്റെ സംസാരത്തിലുള്ള ഒരു ടോട്ടൽ പയസ്നെസ്സും എല്ലാം കണ്ടപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയുമായി കണക്റ്റഡായ സംഭവമാണെന്നുള്ള ചിന്ത പ്രദീപിന് വരേണ്ടതായിരുന്നു. ബിക്കോസ് ടോട്ടലി റിങ്കുവിനൊരു മെഡിറ്റേഷൻ്റെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ട്. ദിവസം എത്ര മണിക്കൂർ, എത്ര സമയം മെഡിറ്റേറ്റ് ചെയ്യും? ഇപ്പോൾ സമയത്തിൻ്റെ ഒരു പരിധി കാരണം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം ചെയ്യും. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ. ഏത് മെഡിറ്റേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ ശ്രീ പരംഹംസ യോഗാനന്ദ. അപ്പോൾ ഇത് ക്രൈസ്റ്റ് സെൻറ്റർ എന്ന് പറയും, നമ്മുടെ ഫോർഹെഡിൻ്റെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യും. ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആരംഭിക്കാം സർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആവേശത്തിലാണ്. നമ്മൾ കാത്തിരുന്ന അശ്വമേധത്തിൻ്റെ അവസാന റൗണ്ടും വിജയിക്കുന്ന മത്സരാർത്ഥി റിങ്കു തന്നെയാണോ എന്നറിയുവാനുള്ള ആകാംക്ഷ നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. ലെറ്റ്സ് ഹോപ്പ് സോ. നമുക്ക് കടക്കാം മത്സരത്തിൻ്റെ തീവാറുന്ന മേഖലയിലേക്ക്. യജ്ഞം. റിങ്കു വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്? അല്ല. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ അത്? ആണ്. ഒരു രാജ്യമാണ്? ഒരു തലസ്ഥാന നഗരമാണോ? അല്ല. യൂറോപ്പിലെ ഒരു നഗരമാണോ? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ നഗരം? ബ്രിട്ടനിലാണ്? ഫ്രാൻസ്? ഇറ്റലിയിലാണ്? ഗ്രീസിലാണ്? ആ നഗരത്തിന്റെ പ്രശസ്തി ഹിസ്റ്റോറിക്കലാണോ?
ആണ്. യെസ്. പ്രശസ്തരായ ഏതെങ്കിലും വ്യക്തികൾ ജനിച്ച സ്ഥലമാണോ അത്? നോ സർ. അല്ല. നോ. ഏതെങ്കിലും യുദ്ധം നടന്ന സ്ഥലമാണോ? യെസ് സർ. അതൊരു നഗര രാഷ്ട്രമായിരുന്നോ? ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നോ? നോ. സ്പാർട്ട പോലെ അല്ല. ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു? അല്ല. ആ യുദ്ധം നടന്നത് BC-യിലാണോ? നോ. അല്ല. സീസറിന്റെ കാലത്തൊന്നും അല്ല. നോ. അതിനൊക്കെ ശേഷം നടന്നതാണ്. ഏതെങ്കിലും പ്രശസ്തനായ യുദ്ധവീരൻ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധവീരന്റെ പേര് ഉയർത്തിക്കാട്ടപ്പെട്ടിട്ടുണ്ടോ? No, sir. I would like to take a lifeline. ഹാനിബാൾ, കാർത്തേജ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേര് കാണപ്പെടുന്നില്ല. ഇല്ല. ഈ യുദ്ധം തന്നെയാണ് സ്ഥലത്തിന്റെ പ്രധാന പ്രശസ്തി എന്ന് പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം ഈ സ്ഥലത്തിനെ പ്രശസ്തമാക്കുന്നുണ്ടോ? Yes. Or I would. കായിക രംഗവുമായി ഏതെങ്കിലും രീതിയിൽ ഇതിനെ കണക്ട് ചെയ്യാമോ? No. No. കായിക രംഗവുമായി കണക്ട് ചെയ്യാമോ? No. 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 മാരത്തൺ പോലെ? No. No. ഇല്ല. ഫസ്റ്റ് വാർ, സെക്കൻഡ് വാർ എന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ യുദ്ധങ്ങൾ ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ടോ? Yes. 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 ഉണ്ട്. Yes. Is it Punic? No. T-ലോ H-ലോ ആണോ ഈ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? Yes. Yes. T-യിലാണോ ഈ സ്ഥലത്തിന്റെ പേര് ആരംഭിക്കുന്നത്? Yes. Troy? No, sir. No. No. Right. The place is called Thessaloniki. 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 ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? Thessaloniki actually was founded by Alexander's brother-in-law. കസാൻഡ എന്ന് പറഞ്ഞിട്ടൊരു കിങ് ആയിരുന്നു കണ്ടുപിടിച്ചത്. BC അല്ലേ അത്? BC കണ്ടുപിടിച്ചത് പുള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റോമൻസ് took over this place because it belonged to Macedonia. അത് കഴിഞ്ഞ് റോമൻസ് അത് പിടിച്ചടക്കി. അത് കഴിഞ്ഞിട്ട് ഓട്ടോമൻ എംപയർ പിടിച്ചടക്കി. അതും യുദ്ധത്തിലൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ടർക്കിഷ് ആൾക്കാരുടെ കയ്യിലായിരുന്നു, മുസ്ലിംസ് ആയിരുന്നു, ഒരുപാട് പേര് അങ്ങോട്ട് കുടിയേറി. വേൾഡ് വാർ 2-ൽ 1942-ൽ നാസികളെ പിടിച്ചടക്കി. ഇതിനു മുൻപ് 1912-ൽ ഗ്രീസ് ടർക്കിഷ് ആൾക്കാരുടെ മേൽക്കോയ്മയിൽ നിന്ന് രക്ഷിച്ചത് ഗ്രീസിലേക്ക് മാറ്റി എന്നാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞിട്ടാണ് വേൾഡ് വാർ 2-ന് നാസികൾ തെസ്സലോനിക്കി. Wonderful selection, beautiful selection. Thank you. തെസ്സലോണിക്ക അഥവാ സലോണിക്ക എന്ന പേരിലാണ് തെസ്സലോണിക്കി അറിയപ്പെടുന്നത്. ഗ്രീക്ക് സിറ്റിയിലെ രണ്ടാമത്തെ വലിയ രാജ്യങ്ങളിലൊന്നാണ് തെസ്സലോണിക്കി. 2011 സെൻസസ് അനുസരിച്ച് തെസ്സലോണിക്കി നഗരത്തിന്റെ ജനസംഖ്യ 11,04,460 തെസ്സലോണിക്കി നഗരം അറിയപ്പെടുന്നത് തന്നെ ഗ്രീക്കിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായാണ്. തെസ്സലോണിക്കി മെർസിഡൻ രാജ്ഞിയുടെ പേരിൽ നിന്നാണ് തെസ്സലോണിക്കിക്ക് ആ പേര് ലഭിച്ചത്. Congratulations. Ringu. 50,000 രൂപയുടെ ആദ്യ റൗണ്ട് യജ്ഞത്തിൽ വിജയിച്ചപ്പോൾ തന്നെ
റിങ്കു 50,000 റുപ്പീസിനോടൊപ്പം മറ്റൊരു സമ്മാനത്തിനും അർഹയായി. മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് നൽകുന്ന 2 ദിവസത്തെ ഫ്രീ സ്റ്റേക്ക് റിങ്കു അർഹയായി. Now you have won ₹1 lakh from Mir Realtors. Congratulations. ഇപ്പൊ എന്ത് തോന്നുന്നു? I feel it's quite unbelievable. I feel really happy about it. But you have prepared well for this show. Thank you, sir. Coming from you, this gives me more happiness than the prize. ക്വിസറാണ്. ഞാൻ ചെയ്തൊരു ക്വിസ് കോമ്പറ്റീഷനിൽ ഈ കുട്ടി വന്ന് ക്വിസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? You are a quizard. Yes, sir. റിങ്കു, നമ്മളിപ്പോൾ ഒരു കൃത്യമായ ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. യാഗവും യജ്ഞവും കഴിഞ്ഞു. ഇനി രാജസൂയം. രാജസൂയം എന്ന് പറയുന്നത് 3 റൗണ്ടുകളുള്ള മേഖലയാണ്. റിങ്കു ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണ് എങ്കിൽ റിങ്കുവിന് യു വിൽ ഗെറ്റ് 25,000 റുപ്പീസ് ടേക്ക് ഹോം. മത്സരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രാജസൂയത്തിൽ 2 ലക്ഷത്തിന്റെ ആദ്യ റൗണ്ട്, 5 ലക്ഷത്തിന്റെ രണ്ടാം റൗണ്ട്, 10 ലക്ഷത്തിന്റെ മൂന്നാം റൗണ്ട്. അതിൽ വേറൊന്നുമില്ല. എൻ്റെ മുന്നിൽ 21 ചോദ്യങ്ങൾ. റിങ്കുവിന് ഇഷ്ടമുള്ള ഒരാളിനെ മനസ്സിൽ വിചാരിക്കാം. പക്ഷേ റിങ്കു വിചാരിക്കുന്ന വ്യക്തി നിർബന്ധമായും 3 വ്യക്തികളും 3 പ്രദേശങ്ങളിലും 3 മേഖലകളിലും ഉള്ളവരായിരിക്കണം. അബ്സല്യൂട്ട്ലി ഡിഫറൻ്റ് ആയ 3 പേരായിരിക്കണം. അവർ തമ്മിൽ ഒരു സമാനതകളും പാടില്ല. ഓരോ തവണയും റിങ്കു 3 പേരുടെ പേര് ജൂറിക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അതിൽ ജൂറി അപ്രൂവ് ചെയ്യുന്ന പേരായിരിക്കും ഓരോ തവണയും റിങ്കു വിചാരിക്കേണ്ടി വരിക. സോ ഇറ്റ്സ് എ ടഫ് ടാസ്ക്. അതായത് 9 ആളുകൾ, 3 പേർ വീതമുള്ള 3 സെറ്റ്, 9 വ്യത്യസ്തരായ ആളുകൾ. ഈ 9 വ്യത്യസ്തരായ ആളുകളിൽ ഒരാളിനെ ഞാൻ കണ്ടുപിടിച്ചാൽ വഴി മുടക്കപ്പെടും. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. യു ആർ എ വണ്ടർഫുൾ പാർട്ടിസിപ്പന്റ് ആൻഡ് എ ക്യൂസാറ്റ്. വാട്ട് ഈസ് യുവർ ഡിസിഷൻ? Right now you have won ₹1 lakh. That means ഇപ്പോൾ മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പോലും യു ആർ എലിജിബിൾ ഫോർ 25,000 റുപ്പീസ്. ഈ 27,000 രൂപ സ്റ്റേബിൾ ആണ്, അതിന് നഷ്ടമാകില്ല. രാജസൂയത്തിലെ 1-ാം റൗണ്ടിൽ താങ്കൾ മനസ്സിൽ ഓർമ്മിക്കുന്ന ആളിനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അപ്പോഴും താങ്കൾക്ക് 25,000 രൂപ കിട്ടും. പക്ഷേ മത്സരത്തിൽ നിന്ന് താങ്കൾ പുറത്താണ്. വിജയിച്ചു കഴിഞ്ഞാൽ താങ്കൾ 2-ാം റൗണ്ടിലേക്ക്, രാജസൂയത്തിന്റെ 2-ാം റൗണ്ടിലേക്ക് കടക്കും. 2-ാം റൗണ്ടിൽ താങ്കൾ പരാജയപ്പെട്ടാൽ താങ്കൾക്ക് 50,000 രൂപ കിട്ടും. താങ്കൾ വിജയിച്ചാൽ താങ്കൾക്ക് വേണമെങ്കിൽ മത്സരം അവിടെ ഉപേക്ഷിക്കാം. താങ്കൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം കിട്ടും. പക്ഷെ അതല്ല എങ്കിൽ താങ്കൾ അവസാനത്തെ മത്സരത്തിലേക്കും പോവുകയാണ് എങ്കിൽ, 10 ലക്ഷം രൂപയുടെ 1 മില്യണിലേക്ക് താങ്കൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ അവിടെ റിങ്കു മത്സരത്തിൽ വിജയിച്ചാൽ യു വിൽ ബി എ മില്യണയർ. പക്ഷെ പരാജയപ്പെട്ടാൽ അപ്പോഴും ഇപ്പോൾ ലഭിച്ച 25,000 രൂപയ്ക്ക് റിങ്കു അർഹയായി. സോ ദാറ്റ് ഈസ് ദ റൂൾ ഓഫ് ദ ഗെയിം. പറയൂ, എന്താണ് റിങ്കുവിന്റെ തീരുമാനം? മുന്നോട്ട് പോകാം. Give her a big hand. റിങ്കു ധീരമായി ഈ മത്സരത്തിൽ മുന്നോട്ട് പോകുന്നു. മനസ്സിൽ 3 പേരെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് റിങ്കു രാജസൂയത്തിൽ ഏർപ്പെടുന്നു. റിങ്കുവിന്റെ മനസ്സിലൊളിപ്പിച്ചു വെച്ച ആ മണിച്ചെപ്പിലെ മുത്ത് കണ്ടുപിടിക്കാൻ ഞാൻ ആവതും പണിപ്പെടും, ശ്രമിക്കും തീർച്ച. പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുനയിലെത്തിച്ച രാജസൂയത്തിലേക്ക് കടക്കുകയാണ് റിങ്കു. യാഗവും യജ്ഞവും ധീരമായി പോരാടി വിജയിച്ച് രാജസൂയത്തിന്റെ ആദ്യ റൗണ്ടിലേക്ക് റിങ്കു വിദാ പ്രവേശിക്കാൻ തയ്യാറായി. ബൗളുകളില്ല. റിങ്കുവിന്റെ മനസ്സിൽ നിന്നും റിങ്കു ഒളിപ്പിച്ചു വെച്ച ഒരു പേര്, ആ പേര് രേഖ അപ്രൂവ്ഡ് ആണ്. ഒളിപ്പിച്ചു വെച്ച പേര് ഞാൻ ചെറുതായി കേട്ടു, ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്രൂവ് ചെയ്തു. ആൻഡ് യു വിൽ ബി ഹെൽപ്പിംഗ് ഹർ. യെസ്. Come on, take your seat. Rangu. Yes, sir. ആദ്യം വന്നിരുന്ന റിങ്കുവിന്റെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഇപ്പൊ റിങ്കു വളരെ വളരെ പ്ലസന്റ് ആണ്, നിറഞ്ഞ സന്തോഷത്തിലാണ്. ഞാൻ റിങ്കുവിന് എല്ലാ ആശംസകളും. നന്നായി മത്സരിക്കും. സംശയമുള്ളപ്പോൾ ലൈഫ് ലൈനുകൾ തേടാൻ പഠിക്കണം. 5 തവണ വരെ റിങ്കുവിന് ലൈഫ് ലൈൻ സ്വീകരിക്കാം. എനിക്ക് 21 ചോദ്യങ്ങൾ. മാത്രമല്ല ഇക്കുറി ബൗളുകളിലെ വിഷയങ്ങളിൽ നിന്നൊന്നുമല്ല, റിങ്കുവിന്റെ സ്വന്തം മനസ്സിൽ നിന്നുമാണ് റിങ്കു ഒരു പേര് വിചാരിച്ചത്. റിങ്കു മത്സരത്തിന് തയ്യാറാണ്. ആകാംക്ഷാഭരിതമായ
ടെൻഷൻ നിറഞ്ഞ രാജസൂയം എന്ന അന്തിമ മേഖലയിലേക്ക്, വിശ്വവിജ്ഞാനത്തിന്റെ അശ്വമേധത്തിന്റെ അവസാന റൗണ്ടിലേക്ക്. രാജസൂയം. ഭൃങ്കു വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? Yes, sir. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? Yes, sir. ഏഷ്യൻ, No, sir. യൂറോപ്യൻ, No, sir. അമേരിക്കൻ കോണ്ടിനെന്റ്സ്, Yes, sir. USA? Yes, sir. 50 വയസ്സായോ? Yes, sir. And yes, sir. IT, ബിസിനസ്, കണ്ടുപിടുത്തം, Yes, sir. IT റിലേറ്റഡ്, കമ്പ്യൂട്ടർ റിലേറ്റഡ്? No, sir. No. നോ. No. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, Yes. ഇവയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം? I'd like to take a lifeline, sir. You like to take a lifeline on the 10th question. Yes. Yes. കമ്മ്യൂണിക്കേഷനോ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട സാങ്കേതികതയുമായോ ബന്ധപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണോ? അതെ. ആണ്. That is a lifeline. കണ്ടുപിടുത്തം എന്ന് പറയുന്നതിനേക്കാൾ this is not a discovery we are talking, right? കണ്ടുപിടുത്തം I'm speaking about an invention, ഒരു creation. No, it is not invention. Not an invention. No. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധം ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ഇൻവെൻഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇൻവെൻഷൻ അല്ല, കമ്മ്യൂണിക്കേഷൻ രംഗവുമായി ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ബന്ധമുണ്ട്. ടെക്നോളജിയുമായോ കമ്മ്യൂണിക്കേഷൻ രംഗവുമായോ ബന്ധമുണ്ട്. ഉറപ്പാണ്. ഉണ്ട്. എന്തെങ്കിലും പുതുതായി ഒന്ന് ആരംഭിച്ചിട്ടുണ്ടോ അയാൾ? Yes, sir. പക്ഷേ അത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായോ കമ്പ്യൂട്ടറുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ല. No, sir. ഒരു ബന്ധവുമില്ല. No. വിക്കിപീഡിയയുമായി, ഫേസ്ബുക്കുമായി, ട്വിറ്ററുമായി, ഗൂഗിളുമായി അത്തരത്തിൽ ഒരു ബന്ധവുമില്ല. No. No. ഇല്ല. No. Is he the CEO of any organization? Yes, sir. Yes. Is it a mobile telephone organization? No. 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 Media related? Yes, sir. Yes. Was he born in USA? Yes. ജനിച്ചതും USA തന്നെയാണോ? Yes. 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 ഏതെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടോ അയാളുമായി ബന്ധപ്പെട്ട്? Yes. Yes. Any part of his name starts with D? No. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിൽ തന്നെയുണ്ടോ? Yes. Only 3 more questions. Okay, sir. Confident ആണ് ഇപ്പോഴും? Yes, sir. ഈ കുതിര എടുത്തോണ്ട് പോ. Not that confident, sir. വിഷ്വൽ മീഡിയയുമായി ബന്ധമുണ്ടോ? No. I would trust that to her, that lifeline. ജോന്റെ ലൈഫിൽ അയാളുടെ പ്രധാന റിലവൻസ് വിഷ്വൽ മീഡിയയുമായാണ്. വിഷ്വൽ മീഡിയ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല. So there is a lifeline, right? Yes, sir. Does he has any connection with Australia? No, sir. No. ഇപ്പൊ മർഡോക്കിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരും അല്ല. Is he in the good book of the government? Yes, sir. Last question. Can he be classified as one of the top 10 richest American person? You mean top 10 richest? No. Can he be classified as one of the top 10 globally rich? American. Top 10 American. rich persons from America. Yes. Like Warren Buffett and others. Yes, yes, yes. Yes? Yeah. അമേരിക്കയിലെ ടോപ്പ് 10 റിച്ച് പീപ്പിൾ ഒരാളാണെന്ന് പറയാം. Yes. വാരൻ ബുഫയെ പോലെ, ബിൽ ഗേറ്റ്സിനെ പോലെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണ്. Yes. Questions over. You're confident? Sir.
ഒരു ഗസ് വേണമെങ്കിൽ ഇത് നടത്താവുന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ പറഞ്ഞ പേരൊന്ന് തന്നെ വീണ്ടും പറഞ്ഞു നോക്കാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അതിന്റെ ആവശ്യമില്ല. ബാരൻ ബൊഫേ ആണോ? അല്ല. അല്ല അല്ല. പറയൂ, ആരെയാ വിചാരിച്ചത്? പറയട്ടെ. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. He's Michael Bloomberg. He's the CEO of Bloomberg LP. You knew it, Alaka. എന്താ പുള്ളി പേരിക്കാൻ കാരണം? Pulli actually is a business baron who also tried his hand in politics. And he became New York mayor for 3 consecutive times. And the controversy happened when he tried it. He changed the law to suit him to contest a 3rd time. അതാണ് വലിയ കോൺട്രവേഴ്സി ആയത്. ആൻഡ് ഹി സ്പെൻഡ് ഫ്രം ഹിസ് ഓൺ പോക്കറ്റ് മില്യൺസ് ഓഫ് റുപ്പീസ് ടു ഔട്ട്ഡു ഹിസ് കോമ്പറ്റീറ്റേഴ്സ്. 10th richest person in the USA and 13th in the world. മൈക്കിൾ ബ്ലൂംബർഗ്, മൈക്കിൾ റൂബൻസ് ബ്ലൂംബർഗ് 1942 ഫെബ്രുവരി 14 ജനിച്ചത്. അമേരിക്കൻ വ്യവസായിയായ ഇദ്ദേഹം ലോകധനികരിൽ 13ാം സ്ഥാനം അലങ്കരിക്കുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ 108ാമത് മേയറായ അദ്ദേഹം 3 തവണ ആ സ്ഥാനം നിലനിർത്തി. ലോകപ്രശസ്ത വ്യവസായ മാധ്യമ പ്രസ്ഥാനമായ ബ്ലൂംബർഗ് LPയുടെ സ്ഥാപകനും സിഇഒയുമാണ് അദ്ദേഹം. 1996 മുതൽ 2002 വരെ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചെയർമാൻ ഓഫ് ദി ബോർഡ് ഓഫ് ദി ട്രസ്റ്റീസ് എന്ന സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ റിങ്കു. മെർ റിയൽറ്റേഴ്സിന്റെ 2 ലക്ഷം രൂപയുടെ സമ്മാനം റിങ്കു നേടിക്കഴിഞ്ഞു. താങ്ക് യു. ഇനി റിങ്കുവിനും 1 മില്യനും ഇടയിൽ ഞാനും 2 വ്യക്തികളും മാത്രം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ ചോദ്യം: ഹു ഈസ് ദ റിച്ചസ്റ്റ് സ്പോർട്സ്മാൻ ഇൻ അമേരിക്ക? അമേരിക്കയിലെ ഏറ്റവും സമ്പന്നനായ കായിക താരം ആര്? കാണാം റിങ്കുവുമായുള്ള ഊർജ്ജസ്വലമായ മത്സരത്തിന്റെ 2ാം ഘട്ടം. മത്സരം അതിന്റെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹിയർ ഈസ് റിങ്കു പ്രകാശ്. യാഗവും യജ്ഞവും പിന്നിട്ട് രാജസൂയത്തിന്റെ ആദ്യ റൗണ്ടും അനായാസം താണ്ടിക്കിടന്ന റിങ്കുവിന്റെ മുന്നിൽ ഇനി 2 വ്യക്തികൾ മാത്രം. കേവലം 2 വ്യക്തികളും പിന്നെ ഞാനും. റിങ്കു വിചാരിച്ച ഈ പേര് അപ്രോച്ച് Approved and Rinku, all the best. താങ്ക് യു. ആൻഡ് യു വിൽ ബി റെഡി ടു ഹെൽപ്പ് ഹർ? Yeah, ready to help her. താങ്ക് യു. പ്ലീസ്. Now, റിങ്കുവിന്റെ ഈ വേഷം തുടർച്ചയായി ഭാഗ്യം കൊണ്ടുതരുന്ന വേഷമാണ്. എനിക്കിന്ന് ഈ വേഷം നിർഭാഗ്യം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. റിങ്കു ഇനി ആ ഡ്രസ്സ് ഊരാൻ ശരീരത്തിന് മാറ്റമില്ലെന്നാണ് പറയുന്നത്. ഇല്ലെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ സ്കൂളിലേക്ക് പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കളിച്ച് കുറച്ച് റൺസൊക്കെ അടിക്കാൻ പറ്റിയാൽ അത് പിന്നെ നനയ്ക്കുക പോലും അടുത്ത ദിവസം അതിട്ടുകൊണ്ട് പോകും. പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ റിങ്കു, Yes, sir. do you understand the validity or rather the importance of yourself right now? ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ മനസ്സിലെ പ്രിയപ്പെട്ട വിപരീത സമസ്യയിലെ രാജസൂയത്തിൻ്റെ 2ാം റൗണ്ടിലെത്തിയ ആദ്യത്തെ മത്സരാർത്ഥിയായി റിങ്കു മാറിക്കഴിഞ്ഞു. ആൻഡ് ടെൻഷൻ ഇപ്പോൾ ഉണ്ട് റിങ്കുവിന് അല്പം. അത് മുഖത്ത് കാണാം അല്ലേ? ചെറുതായി. എനിക്കാണെങ്കിൽ ടെൻഷൻ ഇല്ല. റിങ്കു ജയിക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. ബിക്കോസ് വി വാണ്ട് ടു സീ എ വിന്നർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. കടക്കാം. റിങ്കു വിചാരിച്ച ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷനാണോ? Yes, sir. Yes, sir. ഏഷ്യൻ? Yes, sir. ഇന്ത്യൻ? No. He's not. അൻപത് വയസ്സ് കഴിഞ്ഞു? Yes, sir. കഴിഞ്ഞു. Yes. രാഷ്ട്രീയം, കല, സാഹിത്യം,
സ്പോർട്സ് ഇതിലൊന്നാണോ പ്രധാനം? യെസ് സർ. ആണ്. യെസ്. സ്പോർട്സ്? നോ. രാഷ്ട്രീയം? നോ. നോ. അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ഏഷ്യയിലാണ്. യെസ് സർ. ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള ഒരാളാണോ? നോ സർ. നോ. മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ കൃതി അദ്ദേഹത്തിനുണ്ടോ? യെസ് സർ. അത് മുതിർന്നവർക്കാണോ കൂടുതൽ പ്രാധാന്യം ആ കൃതി? യെസ് സർ. അതോ കുട്ടികൾക്കാണോ? മുതിർന്നവർക്കാണ്. ഓ, അത് തെത്സുവോക്ക കുറയോനാഗി അല്ല വിചാരിച്ചത്. അല്ല. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, വിയറ്റ്നാം? സർ ഒന്നുകൂടി സോറി. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, മംഗോളിയ, കംബോഡിയ, വിയറ്റ്നാം? യെസ്. യെസ്. പേരിന്റെ ഏതെങ്കിലും ഭാഗം കെയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. നോ. ജയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. Whether he writes in English? നോ സർ. നോ. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നോ സർ. നോ. നോ. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 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 എന്നിലോ എച്ചിലോ ആരംഭിക്കുന്നുണ്ടോ അയാളുടെ പേരിൽ ഏതെങ്കിലും ഭാഗം? യെസ്. ഈസ് എ ജാപ്പനീസ് റൈറ്റർ? യെസ്. രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ എനിക്ക്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണല്ലോ അല്ലേ? എന്നിലും എച്ചിലും ആരംഭിക്കുന്നുണ്ട് പേരിന്റെ ഓരോ ഭാഗങ്ങൾ. നോ. നോട്ട് ഇൻ ബോത്ത്. ചോദ്യം മനസ്സിലായില്ല സർ എനിക്ക്. എന്നിലോ എച്ചിലോ ആരംഭിക്കുന്നുണ്ടോ? ഹിക്കാമുറ എന്ന് പറയുന്നത് പോലെ എച്ചിൽ ആരംഭിക്കുന്നുണ്ടോ? യെസ്. യെസ്. ഉണ്ട്. എന്നിൽ ആരംഭിക്കുന്നുണ്ടോ അയാളുടെ ഏതെങ്കിലും ഒരു ഭാഗം പേരിന്റെ? നക്കാഷി എന്ന് പറയുന്നത് പോലെ? ഇല്ല. 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 His works have been filmatized. Yes. Lack of homework. അച്ഛനമ്മമാർ കുട്ടികളോട് പറയും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഓ അതൊക്കെ ഞാൻ പഠിച്ച പാഠം തന്നെ അച്ഛൻ. പഠിച്ചാലും കാര്യമൊന്നുമില്ല, പഠിച്ചാലും കാര്യമൊന്നുമില്ല, ഒന്നുകൂടെ എടുത്തു വെച്ച് റെഫർ ചെയ്യണം, ഒന്നുകൂടെ എടുത്തു വെച്ച് റെഫർ ചെയ്യണം, ഒന്നുകൂടെ ഹോംവർക്ക് ചെയ്യണം എന്ന് പറയാൻ. ഇതും ഒരു വലിയ പരീക്ഷയാണ്. നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാലും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ബ്രഷപ്പ് ചെയ്യണം. ഹോംവർക്കല്ല, ബ്രഷപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ആളാരെന്ന് തിരിച്ചറിഞ്ഞിട്ടും പേര് മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? പേര് കവാബാത്തയും കുറയോനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജാപ്പനീസ് കാലഘട്ടത്തിലെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്ററാണ്. ഞാൻ മറന്നുപോയി പേര്. ആ പേര് മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല. ആളത് തന്നെയാണല്ലേ? പറയൂ ആ പേര്. ഹറുക്കി മുറകാമി. മോറിഗാമി. മോറിഗാമി. മുറകാമി. മോറിഗാമി. ഹരുക്കി മുറിഗാമി.
ഹറുക്കി മുറക്കാമി. പ്രശസ്തനായ ജാപ്പനീസ് എഴുത്തുകാരനായ ഹറുക്കി 1949 ജനുവരി 12 ജനിച്ചത്. 50ഓളം ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾക്ക് വേൾഡ് ഫാന്റസി അവാർഡ്, ഫ്രാങ്കോ കോർണർ ഇന്റർനാഷണൽ ഷോർട്ട് സ്റ്റോറി, ഫ്രാൻസ് കാഫ്ക പ്രൈസ്, ജെറുസലേം പ്രൈസ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉത്തരാധുനിക സാഹിത്യത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ എ വൈൽഡ് ഷീപ്പ് ചേസ്, നോർവീജിയൻ വുഡ്, ദ വിന്റർ ബേർഡ് ക്രോണിക്കിൾ, കാഫ്ക ഓൺ ദ ഷോർ, IQ 84 എന്നിവയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ജനലക്ഷങ്ങൾ പടഞ്ഞു വീണ് മരിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ. പക്ഷെ ആ ജപ്പാന്റെ സംസ്കാരത്തിലും ജപ്പാന്റെ ചിന്തയിലും വളർന്ന ഒരു എഴുത്തുകാരൻ പാശ്ചാത്യ സംഗീതത്തിൻ്റെയും റോക്ക് ആൻഡ് റോളിൻ്റെയും പോപ്പിൻ്റെയും പിന്നാലെ പോകുന്ന കാഴ്ച കണ്ടത് മുറിഗാമിയിലാണ്. മനുഷ്യരങ്ങനെയാണ്. എക്സിസ്റ്റൻഷ്യലിസം അല്ലെങ്കിൽ അസ്തിത്വവാദം തന്നെ വേണം എല്ലായിടത്തും എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ. സ്വന്തം നാടിൻ്റെ നാശത്തെക്കാളുപരി പാശ്ചാത്യ സംഗീതത്തിനോടെ ത്രില്ലിനോടുള്ള വേഗതയോടുള്ള ആരാധനയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഒരു വോസ്ലോവിയൻ റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. നാവിൽ നിന്ന് പേര് വഴുതിപ്പോയി, പേര് മനസ്സിൽ നിന്നും വഴുതിപ്പോയി ഇടയ്ക്ക്. Congratulations, you have won ₹5 lakhs and 5 ലക്ഷം രൂപ ഇപ്പോൾ സ്വന്തം. മിർ റിയൽറ്റേഴ്സ് എന്ന കേരളത്തിനകത്തും പുറത്തും വളരെ ബൃഹത്തും മഹത്വമായ ഗ്രഹ നിർമ്മാണ പാർപ്പിട സമുച്ചയ പദ്ധതികൾ നടപ്പിലാക്കുന്ന മിർ റിയൽറ്റേഴ്സിന്റെ ₹500 മില്യൺ രൂപയുടെ സമ്മാനം ഇപ്പോൾ താങ്കൾ നേടി. Now what is your choice? Now it is a very decision making choice. മിർ റിയൽറ്റേഴ്സിന്റെ ₹500 മില്യൺ രൂപയുടെ സമ്മാനം ഇപ്പോൾ താങ്കൾ നേടി. Now what is your choice? Now it is a very decision making choice. ഈ 5 ലക്ഷത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്താൽ താങ്കൾക്ക് 1 ലക്ഷം രൂപ ലഭിക്കും. എന്നാൽ അടുത്ത അവസാന റൗണ്ടിൽ, ദ ഫൈനൽ റൗണ്ടിൽ, ദ വെരി വെരി അൾട്ടിമേറ്റ് റൗണ്ടിൽ താങ്കൾ വിചാരിക്കുന്ന പേര് ഇതുപോലെ എൻ്റെ ഓർമ്മയിൽ നിന്ന് വഴുതി പോകാതെ വന്നാൽ താങ്കൾക്ക് ആദ്യം നിന്നിടത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. 25,000 രൂപയിലേക്ക് മടങ്ങി പോകേണ്ടി വരും. വാട്ട്സ് യുവർ ഡിസിഷൻ? You lost 6 names already. Yes. ഇനി 3 വ്യത്യസ്ത മേഖലകൾ, 3 വ്യത്യസ്ത വ്യക്തികൾ. I think I'll quit. Why? Because as you said, my stock is getting lesser and lesser. സ്റ്റോക്ക് തിരികെയാണ്. It's almost over. ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തിയിട്ട് പോരെ ക്വിറ്റിംഗ്? പിന്നെ ക്വിറ്റിംഗ് ഇല്ലല്ലോ അല്ലേ? ജീവിതത്തിൽ there is no second chance. You have decided to quit? Yes. Sure. Yes. മറ്റൊരവസരത്തിൽ മത്സരിക്കുകയും രാജസൂയത്തിന്റെ 2ാം കടമ്പ താണ്ടുകയും ചെയ്താൽ ക്വിറ്റ് ചെയ്യരുത്. Sure? Yes. So 3 ദിവസങ്ങളിലായി നീണ്ട ഈ ബൗദ്ധിക യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ റിങ്കു, you have created history and you have done a wonderful job and you have taken a decision which maybe or may not be perfect. തീരുമാനം ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രാവിലെയും വൈകുന്നേരവും കൃത്യമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന റിങ്കുവിന് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലല്ലോ. റിങ്കു, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. വളരെ മനോഹരമായ പ്രകടനം, ഊർജ്ജസ്വലമായ പ്രകടനം, ഉജ്ജ്വലമായ പ്രകടനം. റിങ്കു 5 ലക്ഷം രൂപയുടെ കൗണ്ടർ വരെ എത്തി 1 ലക്ഷം രൂപ സമ്മാനത്തോടെ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ റിങ്കുവിന്റെ ചൂടേറിയ ചിന്തകൾക്കും റിങ്കുവിന്റെ ഉജ്ജ്വലമായ ഉത്തരങ്ങൾക്കും വേണ്ടി come on, let's have a standing ovation. Sit down, please. And റിങ്കുവിന്റെ മനോഹരമായ പ്രകടനത്തിന് ഈ അശ്വപഹാരം. ഒപ്പം 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് ഫ്രം മിർ റിയൽറ്റേഴ്സ്. വണ്ടർഫുൾ, വെൽ ഡൺ. ആൻഡ് മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, എക്സ്പീരിയൻസ് ദ എക്സോട്ടിക്. മിർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് നൽകുന്ന കായലോരം റിസോർട്ട് ആലപ്പുഴയിൽ
രണ്ടുപേർക്ക് ഒരു ദിവസത്തെ സൗജന്യ താമസം. ഈ മനോഹരമായ മുഹൂർത്തത്തിൽ രേഖാ മേനൻ, ഐ സീക്ക് എ പ്രസൻസ് ഹിയർ. രേഖയുടെ ഒരുപാട് ക്വിസുകളിൽ സമ്മാനം നേടിയിട്ടുണ്ട് റിങ്കു. മാത്രമല്ല രേഖയായിരുന്നു റിങ്കുവിന്റെ വഴികാട്ടി, ഗൈഡ്. വഴി കാട്ടിയൊന്നുമില്ല, ആ കുട്ടിക്ക് നല്ല ബോധമുണ്ട്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്നും തട്ടി കൊടുത്തതേ ഉള്ളൂ. ബട്ട് ഷീ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഐ ആം സോ ഹാപ്പി. ജീവിതം ഇങ്ങനെയാണ്, പിൻവാങ്ങാനും വേണം ആത്മധൈര്യം. പക്ഷേ പിൻവാങ്ങുന്നത് വിജയത്തിന്റെ ഉജ്ജ്വലമായ ഒരു മേഖല കീഴടക്കിക്കൊണ്ടായിരിക്കും. എനിക്കുറപ്പുണ്ട് കേരളത്തിലെ പ്രേക്ഷക മനസ്സുകളിൽ റിങ്കു ഉണ്ടാകും സജീവ സാന്നിധ്യമായി. അശ്വമേധത്തിന്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അനർഘമായ ഒരു അധ്യായമായി ഇതിനെ ഓർമ്മിക്കുവാൻ ഞാനും ഇഷ്ടപ്പെടുന്നു. മനസ്സിന്റെ മണിച്ചെപ്പിൽ റിങ്കു വിചാരിച്ച ചിന്തകളുടെ ചൂടും ചൂരും ഉൾക്കൊണ്ടുകൊണ്ട് മറവിയിൽ നിന്ന്, മാറാലയിൽ നിന്നും, മറവിയുടെ ചിലന്തി കടിച്ച നിമിഷങ്ങളിൽ നിന്നും ഓർമ്മയുടെ ഓളങ്ങളിലേക്കും ഓർമ്മയുടെ ഓജസ്സിലേക്കും അടുത്ത ദിവസം തിരിച്ചു വരുന്നതുവരെ ശുഭരാത്രി പറഞ്ഞ് പിരിയുന്നു. ശുഭരാത്രി ഫ്രം GS. ഇത് എൻ്റെ അച്ഛനാണ്. അദ്ദേഹമാണ് എൻ്റെ കൂടെ ഇവിടെ ഇത്രയും നാൾ മത്സരത്തിന് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് വലിയ പ്രചോദനം നൽകുന്ന ആളാണ് അദ്ദേഹം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ IFS ആയി റിട്ടയർ ചെയ്തു. അതുമാത്രമല്ല ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ധാരാളം പത്രങ്ങളിൽ, മാസികകളിലൊക്കെ ധാരാളം ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. P. മുരളീധരൻ നായർ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ മകളായി ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 1, ആത്മീയതയും ശാസ്ത്രവും ചേർന്നതാണ് സർവോദയം എന്ന് പറഞ്ഞതാര്? ഉത്തരം വിനോബ ഭാവെ. ക്വസ്റ്റ്യൻ നമ്പർ 2, എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞതാര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ.